എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 63-ാമത്തെ സർഗത്തിൽ 15 മുതൽ 21-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗം വരെയുള്ള കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. വളരെ ഗംഭീരമായിട്ടുള്ള വിശ്വാമിത്രൻ്റെ ജീവിത ചരിത്രം, എന്തൊക്കെയാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ ശതാനന്ദൻ ശ്രീരാമനും ലക്ഷ്മണനും വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കഥകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് വിശ്വാമിത്രൻ്റെ യാത്രകളെ പറ്റിയിട്ടും വിശ്വാമിത്രൻ ത്രിശങ്കുവിനും അതുപോലെ തന്നെ ശുനശേപനുമൊക്കെ അവരവർക്ക് അർഹതപ്പെട്ടതായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ നൽകിയത്. അതിനുശേഷം കഠിനമായിട്ട് തപസ് ചെയ്തു എന്ന് പറഞ്ഞു. അതായത് അപ്സരസിൻ്റെ ശല്യം, മേനകയുടെ ഒരു വാസം കൂടെ ഉണ്ടായി. അതോടുകൂടിയിട്ട് മനം മടുത്ത് തൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഹിമാലയത്തിലേക്ക് തന്നെ, വടക്ക് ഭാഗത്തേക്ക് തന്നെ തപസ് ചെയ്യാനായിട്ട് പോയി എന്നാണ് പറഞ്ഞത്. നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. കൗശികീ തീരമാസാദ്യ തപസ്തേപേ ദുരാസദം തസ്യ വർഷസഹസ്രാണി ഘോരം തപ ഉപാസത. അങ്ങനെ വടക്ക് ദിക്കിലേക്ക്, വടക്ക് പർവ്വതത്തിലേക്ക്, ഹിമാലയ പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാനായിട്ട് വന്ന വിശ്വാമിത്രൻ വീണ്ടും എവിടെ തന്നെ എത്തി? സ്വന്തം സഹോദരിയായിട്ടുള്ള കൗശികി നദി. ഈ കൗശികി നദിയെ പറ്റിയിട്ടൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. കൗസി എന്നുള്ള പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന നദിയാണ്. ആ കൗശികി നദി സഹോദരിയാണ് വിശ്വാമിത്രൻ്റെ. അവിടെ വന്നിട്ട് കൗശികീ തീരമാസാദ്യ ദുരാസദം തപ തേപേ, മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതായ അത്ര കഠിനമായിട്ടുള്ള തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്തിട്ട് തസ്യ വർഷസഹസ്രാണി ഘോരം തപ ഉപാസത, ഘോരമായിട്ടുള്ള തപസ്, ആ കഠിനമായിട്ടുള്ള തപസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വർഷസഹസ്രാണി, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു പോവുകയും ചെയ്തു. അത്ര കഠിനമായിട്ടുള്ള തപസ്സാണോ ചെയ്തത്. അതുകൊണ്ടാണ് 1000 വർഷങ്ങളൊക്കെ അത്രയും വേഗം കടന്നുപോയത്. എന്നിട്ട് ഉത്തരേ പർവ്വതേ രാമ ദേവതാനാമഭൂദ്ഭയം ആമന്ത്രയൻ സമാഗമ്യ സർവേ സർഷിഗണാസുരാഹ. ഉത്തരേ പർവ്വതേ രാമ ദേവതാനാമഭൂദ്ഭയം. ഹേ രാമ, അല്ലയോ ശ്രീരാമ, ഉത്തരേ പർവ്വതേ, ഹിമാലയത്തിൻ്റെ മുകൾ ഭാഗമാണ്, കൈലാസത്തിൻ്റെ മുകൾ ഭാഗമാണ് സ്വർഗം എന്നൊക്കെയാണല്ലോ പറയണത്. അതുകൊണ്ട് ആ ഉത്തരപർവ്വതത്തിൻ്റെ മുകൾ ഭാഗത്തുള്ളതായ സ്വർഗലോകത്തിൽ വസിക്കുന്നവരായിട്ടുള്ള എല്ലാ ദേവന്മാർക്കും ഭയം അഭൂത്, വല്ലാത്ത പേടിയുണ്ടായി. വിശ്വാമിത്രൻ ഇത്ര കഠിനമായിട്ട് തപസ് ചെയ്യുന്നത് എന്തിനാണാവോ എന്ന് വിചാരിച്ചിട്ട് അവർക്കെല്ലാവർക്കും വളരെയധികം പേടി വന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സമാഗമം ഉണ്ടാക്കി. അതാണ് ആമന്ത്രയൻ സമാഗമ്യ സർവേ സർഷിഗണാസുരാ. എല്ലാ ഋഷിമാരും എല്ലാ ദേവന്മാരും കൂടിച്ചേർന്നുകൊണ്ട് സ്വർഗലോകത്തിൽ വച്ചിട്ട് ഒരു സമാഗമം, എല്ലാവരുടെയും ഒരു സംഗമം അവിടെ വെച്ച് നടത്തുകയാണ്. അതാണ് സർവേ സുരാഹ സർഷിഗണാഹ സമാഗമ്യ. അവരൊക്കെ അവിടെ കൂടിച്ചേർന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? മഹർഷി ശബ്ദം ലഭതാം സാദ്വയം കുശികാത്മജ ദേവതാനാം വച ശ്രുത്വാ സർവലോകപിതാമഹ അബ്രവീൻ മധുരം വാക്യം വിശ്വാമിത്രം തപോധനം. ഇത്രയ്ക്കധികം തപസ് ചെയ്യണതല്ലേ, അതായത് പല പല പ്രതിസന്ധികളുണ്ടായി. അതൊക്കെ തരണം ചെയ്തുകൊണ്ട് കഠിനമായിട്ട് ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിശ്വാമിത്ര മഹർഷി എന്നുള്ളത് കൊണ്ട് ദേവന്മാരെല്ലാവരും കൂടി ബ്രഹ്മാവിനോട് പറയുകയാണ്. അതാണ് മഹർഷി ശബ്ദം ലഭതാം. അദ്ദേഹത്തിന് ഇനി മഹർഷി എന്നുള്ള പേര് കൊടുക്കേണ്ടതാണ്. വിശ്വാമിത്ര മഹർഷി ആവേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അത്രയ്ക്ക് കഠിനമായിട്ടുള്ള തപസ്സാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാദ്വയം കുശികാത്മജ, ആ കുശികനന്ദനായിട്ടുള്ള വിശ്വാമിത്രന് മഹർഷി എന്നുള്ള സാധു ശബ്ദം ഇനി കൊടുക്കേണ്ടതാണ്. അദ്ദേഹം അത്രയ്ക്ക് ശക്തിയുള്ളവനാണ്, ശക്തമായിട്ട് തപസ് ചെയ്യുന്നവനാണ്. ഇങ്ങനെയുള്ളതായ ദേവതാനാം വചശ്രുത്വ, ദേവതകളുടെ സകല ദേവന്മാരും അവിടെ കൂടിച്ചേർന്നു എന്ന് പറഞ്ഞുവല്ലോ. സ്വർഗത്തിലെ ദേവന്മാരും ഋഷിമാരും എല്ലാവരും കൂടിച്ചേർന്നു. അവരുടെ വാക്കുകൾ കേട്ടിട്ട് ദേവതാനാം വചശ്രുത്വ സർവലോക പിതാമഹ, ആ ലോകത്തിൻ്റെ മുഴുവനും പിതാമഹനായിട്ടുള്ള ആ ബ്രഹ്മാവ്, അത് പിന്നത്തെ 18-ാമത്തെ ശ്ലോകത്തിൻ്റെ വരി കൂടി ചേർത്തിട്ടാണ് പറഞ്ഞത്. അബ്രവീൻ മധുരം വാക്യം
വിശ്വാമിത്രം തപോധനം. വേഗം തന്നെ വിശ്വാമിത്രനെ വന്ന് കണ്ടിട്ട്, ലോകത്തിൻ്റെ മുഴുവനും പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവ് വിശ്വാമിത്രനെ കാണാനായിട്ട് കൗശികി നദിയുടെ തീരത്തേക്ക് വന്നു. അവിടെ വന്നിട്ട് മധുരം വാക്യം അബ്രവീത്, വളരെ മധുരമായിട്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു. എന്താണത്? മഹർഷേ സ്വാഗതം വത്സ തപസോഗ്രേണ തോഷിത മഹത്വം ഋഷിമുഖ്യത്വം ദദാമി തവ കൗശിക. മഹർഷേ സ്വാഗതം വത്സ, അല്ലയോ മഹർഷേ നിനക്ക് സ്വാഗതം. പറയുമ്പോൾ ബ്രഹ്മാവാണ് വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് പോയേക്കണത്. അങ്ങനെ വരുമ്പോൾ അവിടെ സ്വാഗതം ആരാ പറയേണ്ടത്? വിശ്വാമിത്രനാണ് പറയേണ്ടതെങ്കിലും ബ്രഹ്മാവ് തന്നെ പറയാണ് നിനക്ക് സ്വാഗതം, നിനക്ക് ഋഷിമാരുടെ ലോകത്തിലേക്ക് സ്വാഗതം എന്നാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അവിടെ സ്വാഗതം എന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞത്. ഉഗ്രേണ തപസ തോഷിത, ഞാൻ നിന്റെ കഠിനമായിട്ടുള്ള തപസ് കണ്ടിട്ട് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുന്നു. ഉഗ്രേണ തപസ തോഷിത. അതുകൊണ്ട് നിനക്കിപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? കൗശിക തവ ഋഷിമുഖ്യത്വം മഹത്വം ദദാമി. നിനക്ക് ഞാനിപ്പോൾ എന്താ തരാൻ പോണത് എന്നാണെങ്കിൽ, ഋഷിമാരിൽ വച്ച ഏറ്റവും മുഖ്യനായിട്ടുള്ള ഋഷി എന്നുള്ള ആ മഹത്വമാണ് ഞാനിനി നിനക്ക് തരാൻ പോകുന്നത്. അതാണ് ഋഷിമുഖ്യത്വം മഹത്വം. ധാരാളം ഋഷിമാരുണ്ടല്ലോ ലോകത്ത്, എത്രയോ ഋഷിമാരുണ്ട്. വസിഷ്ഠൻ, അതുപോലെ തന്നെ അഗസ്ത്യൻ തുടങ്ങിയിട്ടുള്ള എത്രയോ ഋഷി മുഖ്യന്മാർ ലോകത്തിലുണ്ട്. പക്ഷെ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഋഷിയായിട്ട് കൗശിക നിന്നെ ഞാൻ അംഗീകരിക്കാൻ പോവുകയാണ് എന്നാണ് ബ്രഹ്മാവ് വിശ്വാമിത്രനോട് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞത്. അപ്പോൾ എന്താ ഉണ്ടായത്? ബ്രഹ്മണസ്തു വച ശ്രുത്വാ വിശ്വാമിത്രസ്തബോധന പ്രാഞ്ജലി പ്രണതോ ഭൂത്വാ പ്രത്യുവാച പിതാമഹം. ബ്രഹ്മണ വചനം ശ്രുത്വാ, ബ്രഹ്മാവ് പറഞ്ഞതായിട്ടുള്ള മധുരതരമായിട്ടുള്ള ഈ വാക്കുകൾ കേട്ടിട്ട് തപോധന വിശ്വാമിത്ര, തപോധനനായിട്ടുള്ള കഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവനായിട്ടുള്ള വിശ്വാമിത്രൻ വളരെ വിനയത്തോടു കൂടി വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് പ്രാഞ്ജലി കൈകൾ കൂപ്പിക്കൊണ്ട് പ്രണതോ ഭൂത്വ നമസ്കരിച്ചുകൊണ്ട് വിശ്വാമിത്രൻ ബ്രഹ്മാവിനെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ട് പിതാമഹം പ്രത്യുവാച, പിതാമഹനോടായിട്ട് ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് അവിടെ വന്നിട്ട് വിശ്വാമിത്രനോട് പറഞ്ഞു, നീയാണ് ഇനി ഋഷിമാരിൽ വെച്ച് ഏറ്റവും മുഖ്യനായിട്ടുള്ളവൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അത്യന്തം സന്തോഷഭരിതനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ബ്രഹ്മാവിനോട് ഇപ്രകാരം പറയാനായിട്ട് പുറപ്പെട്ടു. എന്താണ് പറഞ്ഞത് നോക്കാം. ബ്രഹ്മർഷി ശബ്ദമതുലം സ്വാർജിതൈ കർമ്മഭിശുഭൈ യദി മേ ഭഗവാനാഹ തതോഹം വിജിതേന്ദ്രിയ. ഋഷിമാരിൽ വെച്ച് ഏറ്റവും മുഖ്യനാണ് എന്നുള്ളൊരു പദവി മാത്രമല്ല, എനിക്ക് അതല്ല വേണ്ടത്. ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഇത്രയ്ക്കധികം തപസ് ചെയ്യണത്. പിന്നെ എന്തിനാണ്? ബ്രഹ്മർഷി ശബ്ദം കിട്ടണം. എൻ്റെ പേരിൻ്റെ കൂടെ വസിഷ്ഠനാകുന്ന ബ്രഹ്മർഷി എന്ന് പറയണത് പോലെ വിശ്വാമിത്രനാകുന്ന ബ്രഹ്മർഷി എന്നുള്ള പേര് എനിക്ക് കൂട്ടിക്കിട്ടണം. അല്ലാതെ ഋഷിമുഖ്യത്വം കിട്ടിയാൽ പോരാ. അതാണ് ബ്രഹ്മർഷി ശബ്ദം അതുലം. അതുലമായിട്ടുള്ള, മറ്റൊരാൾക്കും മറ്റൊരു പദവിക്കും ചേർക്കാൻ പറ്റാത്തതായിട്ടുള്ള അത്രയ്ക്ക് കഠിനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു പദവിയാണ്. ആർക്കും നേടാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പദവിയാണ് ബ്രഹ്മർഷി പദവി. അത് കിട്ടുകയാണ് എങ്കിൽ അതെങ്ങനെ കിട്ടണം എന്നാണ് പറയണത്? സ്വാർജിതൈഹി ശുഭൈഹി കർമ്മഭിഹി. സ്വാർജിതം, സ്വയം ഉണ്ടാക്കിയതായ, അവരവർ തന്നെ ആർജിച്ചെടുത്തതായിട്ടുള്ള ശുഭങ്ങളായ കർമ്മങ്ങളെ കൊണ്ട് ബ്രഹ്മർഷി ശബ്ദത്തിന് ഞാൻ അർഹനായോ എന്നുള്ളതാണ് എൻ്റെ സംശയം. യതിമേ ഭഗവാനാഹ, അതാണ് എങ്കിൽ അങ്ങ് എന്നോട് പറഞ്ഞു തന്നാലും, ഭഗവാനാഹ തദോഹം വിജിതേന്ദ്രിയ, അതിനുശേഷം ഞാൻ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അടക്കം വരുത്തിയവനായിട്ട് പിന്നെ ജീവിച്ചോളാം. ഞാൻ ഇത്ര കാലം തപസ് ചെയ്തിട്ട് ഇനി ബ്രഹ്മർഷി പദം കിട്ടാറായോ എന്നുള്ളത് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ് വിശ്വാമിത്രൻ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് പറയണത്. അതിനി എന്താണ് മറുപടി പറയണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. കൗശികീ തീരമാസാദ്യ തപസ്തേപേ ദുരാസദം തസ്യ വർഷസഹസ്രാണി ഘോരം തപ ഉപാസത ഉത്തരേ പർവ്വതേ രാമ ദേവതാനാമഭൂദ്ഭയം ആമന്ത്രയൻ സമാഗമ്യ സർവേ സർഷിഗണാസുരാ മഹർഷി ശബ്ദം ലഭതാം സാദ്വയം കുശികാത്മജ
ദേവതാനാം വച ശ്രുത്വാ സർവലോകപിതാമഹ അബ്രവീന്മധുരം വാക്യം വിശ്വാമിത്രം തപോധനം മഹർഷേ സ്വാഗതം വത്സ തപസോഗ്രേണ തോഷിത മഹത്വമൃഷിമുഖ്യത്വം ദദാമി തവ കൗശിക ബ്രഹ്മണസ്തു വച ശ്രുത്വാ വിശ്വാമിത്രസ്തപോധന പ്രാഞ്ജലിഃ പ്രണതോ ഭൂത്വാ പ്രത്യുവാച പിതാമഹം ബ്രഹ്മർഷി ശബ്ദമതുലം സ്വാർജിതൈഃ കർമ്മഭിः ശുഭൈഃ യദി മേ ഭഗവാനാഹ തതോഹം വിജിതേന്ദ്രിയ. ഇനി എന്താണ് ബ്രഹ്മാവ് വിശ്വാമിത്രനോട് മറുപടി പറയണത്, അതായത് ബ്രഹ്മർഷിയായോ എന്നുള്ളത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.